ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, നമുക്കറിയാം, കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചൂട് വാർത്തയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടി. അതിനെ ഒന്ന് ക്രിസ്തീയവൽക്കരിച്ചാൽ നമുക്കതിനകത്ത് വലിയ ഒരു സന്ദേശമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഗോവിന്ദച്ചാമിയുടെ ഒരു തരത്തിലുള്ള ജയിൽ, പക്ഷേ ഇന്ന് ഒത്തിരി ക്രിസ്ത്യാനികൾ ജയിലിൽ കഴിയുന്നത് പോലെ സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്ന ഒത്തിരി ക്രിസ്ത്യാനികളെ നമുക്ക് കാണാൻ പറ്റും. ഈ ഗോവിന്ദച്ചാമി എടുത്ത ആ ഒരു എഫർട്ട്, പ്രയത്നം നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടേതായ ജയിലുകൾ ചാടി നമുക്ക് പുറത്തു വരാൻ പറ്റും. ക്രിസ്ത്യാനികൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആത്മാവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ആ ഒരു ചിന്ത നമ്മെ ഓരോരുത്തരെയും യഥാർത്ഥ ക്രിസ്ത്യാനികളാകുവാനായിട്ട്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്ന ഈ ചൂട് വാർത്ത, അതിൽ പുറത്തു വന്ന മീഡിയക്കാർ കൊണ്ടുവന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഗോവിന്ദച്ചാമി കുറച്ച് നാളുകളായിട്ട് പ്ലാൻ ചെയ്തു, അതുപോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് അരിയാഹാരം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി അവൻ്റെ ശരീരം സ്ലിം ആകാനായിട്ട് ഉള്ള പരിശ്രമം നടത്തി. അങ്ങനെ ഒരുപാട് പ്ലാനിങ്, ഒരുപാട് ത്യാഗങ്ങൾ, നിശ്ചയദാർഢ്യം, ഇങ്ങനെയുള്ള പലതും ഉണ്ടായിരുന്നു ആ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും അവൻ പുറത്തിയാടിയെങ്കിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ എടുത്തു മുമ്പോട്ട് പോയതുകൊണ്ടാണ് ആ മനുഷ്യന് അത് ചെയ്യാൻ പറ്റിയത്. അദ്ദേഹം പിടിക്കപ്പെട്ടു, വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെട്ടു. എങ്കിലും നമുക്കിവിടെ ലഭിക്കുന്ന വലിയ ഒരു സന്ദേശമുണ്ട്. നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളെ ജയിലിലാക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാപത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത് എന്താ? നമ്മൾ കാണുന്നുണ്ട്, വിലാപങ്ങൾ 1:14 എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽക്കാരുടെ പാപങ്ങൾ ഒരു നുകമാക്കി അവരുടെ കഴുത്തിൽ ദൈവം വെച്ച് കെട്ടി. നുകം ഒരടിമത്തമാണ്, ജയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പാപത്തെക്കുറിച്ച് അത് ഒരു കോട്ടയായിട്ടും ചങ്ങലയായിട്ടും ഒക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പാപജീവിതം നയിക്കുന്നിടത്തോളം കാലം ജയിലിലാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഇനി നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു അടിമത്തം മാറിക്കിട്ടാൻ നാം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. ഈ ഗോവിന്ദച്ചാമിയെ പോലെ ഒരു നിശ്ചയദാർഢ്യം, പ്ലാനിങ്, പരിത്യാഗം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ നമുക്കും ഈ പാപത്തിൻ്റെ ജയിലിൽ നിന്നും മോചനം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേട്ട് ആ വചനം ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ പാപത്തിൽ നിന്ന് മോചിതരായി ക്രിസ്തു ശിഷ്യരുടെ ആ പദവിയിലേക്ക് ഉയർത്തപ്പെടുക. 34-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതോ, പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. അടിമയ്ക്ക് സ്വാതന്ത്ര്യമില്ല. അവർ ജയിലിൽ കിടക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അടിമത്തം, ജയിൽവാസം അത് മാറി ക്രിസ്തീയ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിലേക്കുള്ള ഒരു ക്ഷണം ദൈവവചനം നമുക്ക് നൽകുന്നത് കാണാൻ പറ്റും. ഇതിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ജയിലിൽ കിടന്ന ആളുകൾ സ്വാതന്ത്ര്യം അനുഭവിച്ചു. ഇന്ന് ഭവനങ്ങളിൽ, കൊട്ടാരങ്ങളിൽ കഴിയുന്ന ആളുകൾ അടിമത്തം അനുഭവിക്കുന്നവർ. ജയിലിൽ കിടന്നിട്ടും സ്വാതന്ത്ര്യം അനുഭവിച്ച വ്യക്തികളെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനം 16 അതിൻ്റെ 25 മുതൽ വായിക്കുമ്പോൾ, പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവർ. പക്ഷെ അവർക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ആത്മീയ സ്വാതന്ത്ര്യം. എന്തിന്? പ്രാർത്ഥിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ, വിശ്വാസത്തിൽ തുടരാൻ അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ അവർ എഴുന്നേറ്റിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നതും അവിടെ വലിയ അത്ഭുതം നടന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും, കാര്യം ജയിലിലല്ല, വലിയ കൊട്ടാരത്തിലാണ്. എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ ഒരുപാട് അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികൾ. ഒരു സംഭവം പറഞ്ഞു കേട്ടതാണ്, ഒരു മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, പുള്ളിക്ക് നോർമൽ സെക്സ് താല്പര്യമില്ല, വൈകൃതങ്ങൾ അതാണ് പുള്ളിക്ക് ഇഷ്ടം. പോണോഗ്രഫിയുടെ അടിമത്തം, പിന്നെ ജീവിത പങ്കാളിയെ കാണുന്നതും ഏതാണ്ട് ഈ രീതിയിലൊക്കെയാണ്. അങ്ങനെ വൈകൃതം ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന, വേണമെങ്കിൽ സമൂഹത്തിൽ മാന്യനായിട്ട് എല്ലാവരും കാണുന്ന ഒരു വ്യക്തി. ഇവർ കൊട്ടാരത്തിലാണ്. അവരുടെ കൈകാലുകളിൽ ചങ്ങലയും ബലമൊന്നും ഇല്ലെങ്കിലും നമുക്കറിയാം ജയിൽവാസമാണ്. കാരണം ദൈവമക്കൾ അനുഭവിക്കുന്ന ഒരു അടിമത്തം, അത് പാപത്തിൻ്റെ, ദുശ്ശീലങ്ങളുടെ അടിമത്തമാണ്. വർഷങ്ങളായിട്ട് ഒരുപക്ഷെ പുകവലി, അതുപോലെ തന്നെ മയക്കുമരുന്ന്, ഇങ്ങനെയുള്ള അടിമത്തം ഉപേക്ഷിക്കാൻ, അതിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിൽ കഴിയുന്ന വ്യക്തികളുണ്ട്. അവരൊക്കെ ജയിൽവാസം അനുഭവിക്കുന്നവരല്ലേ? ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരാൻ ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമിയെ പോലെ കുറച്ച് ത്യാഗമെടുക്കാൻ നമ്മൾ തയ്യാറായാൽ,
നിരന്തരം പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഈ ജയിൽ മോചനം സാധ്യമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യമാണ് സ്ഥിരമായ പ്രാർത്ഥന. നമുക്കൊരു ദുശ്ശീലമുണ്ടോ? പാപത്തിൻ്റെ ഒരു അടിമത്തമുണ്ടോ? പ്രാർത്ഥിച്ചാണ് അതിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കേണ്ടത്. അങ്ങനെ മോചനം പ്രാപിച്ച പല വ്യക്തികളെക്കുറിച്ചും ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം വരും. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് മുൻകോപിയായിരുന്നു. പ്രാർത്ഥിച്ച് അദ്ദേഹം ഏറ്റവും സൗമ്യനായ വിശുദ്ധനായി മാറി. എങ്കിൽ നമ്മുടെയൊക്കെ പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കാനായിട്ട്, പാപത്തിൻ്റെ ജയിലിൽ നിന്നും മുക്തരാകാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. മറ്റൊരു കാര്യം ബലിയിൽ മുഴുകുക എന്നുള്ളതാണ്. അനുദിന ബലി. ഇന്ന് കീറാമുട്ടി പ്രശ്നങ്ങൾ വന്നിട്ട് പോലും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി കുർബാനയിൽ മുഴുകി പ്രാർത്ഥിച്ച് ഒരുക്കത്തോടെ കുർബാന സ്വീകരിച്ച് ആ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ച് പാപത്തിന് പരിഹാരം കണ്ടെത്തിയ, അല്ലെങ്കിൽ ദുശ്ശീലങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച വ്യക്തികളുണ്ട്. വിശുദ്ധ ബലിയിൽ മുഴുകിയാൽ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ഒഴുകി വരും. അത് ഈ ഒരു മോചനത്തിന് സഹായമാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. മറ്റൊരു കാര്യമാണ് കൂടെയുള്ള കുമ്പസാരം. എപ്പോഴെല്ലാം നമുക്ക് കുമ്പസാരം വേണോ ആ കുമ്പസാരത്തിലേക്ക് നമ്മൾ പോകണം. അത് പാപത്തിൽ വീണവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടാനും പാപത്തിൽ വീഴാതിരിക്കാൻ സംരക്ഷണം കിട്ടാനും സഹായിക്കുന്നതാണ് കുമ്പസാരം എന്നുള്ളത് സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മറ്റു ചില കാര്യങ്ങളാണ് ദൈവവചനം. ദിവസേന വചനം കേട്ട്, വചനം വായിച്ച്, ധ്യാനിച്ച് വചനം കവചമാക്കുന്നവർക്ക് ഈ ഒരു സംരക്ഷണം ഉണ്ടാവും. ശുശ്രൂഷാ ജീവിതം ഒരുപാട് പാപത്തിൽ നിന്ന് മോചനം നൽകാനായിട്ട് നമ്മെ സഹായിക്കും. നമുക്കറിയാലോ, മക്കളില്ലാതിരുന്ന സക്കറിയ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു വാഗ്ദാനം ലഭിക്കുന്നത്. അവനൊരു ആൺകുഞ്ഞ് ലഭിക്കാൻ പോകുന്നു, അവൻ്റെ പേരും യോഹന്നാൻ എന്നായിരിക്കും എന്നുള്ള വാഗ്ദാനം ലഭിക്കുന്നത്. ഇതുപോലെ നമ്മൾ ശുശ്രൂഷ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ പാപത്തിൽ നിന്ന് മോചിതരാകാൻ, പാപത്തിൽ വീഴാതിരിക്കാനുള്ള ഒരു കൃപ അതിലൂടെ ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. 1 കൊറിന്തോസ് 9-ാം അധ്യായം 24 മുതൽ വായിക്കുമ്പോൾ, കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. ഗോവിന്ദചാമി എന്തുമാത്രം ആത്മീയ നിയന്ത്രണം പാലിച്ചാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രീതിയിൽ ആത്മീയ നിയന്ത്രണം, അത് ഒരു നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് അങ്ങനെ ഒരു ആത്മനിയന്ത്രണം പാലിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുമ്പോൾ നമുക്ക് പാപത്തോട് വിട പറയാൻ പറ്റും. അതുപോലെ തന്നെ പുണ്യങ്ങൾ അഭ്യസിക്കാനും വരദാനങ്ങൾ ഏറ്റെടുക്കാനും അത് നമ്മളെ സഹായിക്കും. ദാനിയേൽ 1:17 3 ചെറുപ്പക്കാർ കുറച്ച് ത്യാഗമെടുത്ത് അവർക്ക് അനുവദനീയമായിരുന്ന ചില കാര്യങ്ങൾ പോലും, ഫുഡ് ആൻഡ് ഡ്രിങ്ക്, അതെല്ലാം പരിത്യജിച്ചപ്പോൾ അവർക്കുണ്ടായത് മറ്റുള്ളവരെക്കാൾ നല്ല പ്രസരിപ്പുള്ളവരായിട്ട് അവർ മാറി. ഒരു ആത്മീയ പ്രസരിപ്പ് അവർക്കുണ്ടായി. വരദാനങ്ങൾ ദൈവം അവർക്ക് നൽകി എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ട് ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് കൈകാലികളിൽ ചങ്ങലയോ വിലങ്ങോ ഒന്നുമില്ലാതെ, ജയിലിലൊന്നുമല്ല, വീടുകളിൽ നമ്മളെ അടയ്ക്കപ്പെട്ടിട്ടില്ല, ഫ്രീ ബേഡായിട്ട് നടക്കുന്ന അതല്ല ക്രിസ്തീയ സ്വാതന്ത്ര്യം. നമ്മൾ കാണുന്നുണ്ട് 2 കൊറിന്തോസ് 3:17. കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ അവരാണ് ശരിക്കും സ്വതന്ത്രം. നമുക്ക് നമ്മുടെ ജഡം പലതിനും നമ്മെ പ്രേരിപ്പിക്കും. അതിനനുസരിച്ച് പോകാതെ ആത്മാവിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, അവരാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ. പാപത്തിൻ്റെ ആ ഒരു ജയിലിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ ഒരു തീരുമാനമെടുത്തുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവാനുഗ്രഹം നമുക്ക് പ്രാപിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.